അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ആ ഫിക്രയുടെ വിഷയത്തിലൂടെ പറയുന്നത് ടീനേജ് പ്രോബ്ലംസിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഒരു കോമൺ കാര്യമാണ്, പൊതുവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഗേൾസിന് പ്രത്യേകിച്ച് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഏജിലുണ്ടാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ അക്കാദമിക് സ്ട്രെസ്സാണ്. നമ്മൾ അക്കാദമിക് പരമായിട്ട് നമ്മുടെ സ്കൂളിൽ കോളേജിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ? എങ്ങനെ വെച്ചാൽ നമുക്ക് അസൈൻമെൻറ്റ്, കോളേജിലെ ഓരോ പ്രോഗ്രാമിന് ക്ലാസ് ലീവാവുന്നത്, അതിനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, കുറേ ക്ലാസ്സൊക്കെ മിസ്സാവും. അപ്പോൾ ക്ലാസ് മിസ്സാവുന്നതനുസരിച്ച് നമുക്ക് എന്തുണ്ടാവില്ല, അറ്റൻഡൻസ് കുറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഇരിക്കും. പഠിക്കാൻ പറ്റാത്തതിന് അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നുള്ളതിൻ്റെ ഭയങ്കര ടെൻഷൻ നമുക്കുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും, അസൈൻമെൻറ്റ് വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടെ വന്നാൽ ഒക്കെ വന്ന് നമുക്ക് എന്ത് ചെയ്യും, വർക്ക് ഫുള്ള് സ്ട്രെസ്സായിട്ട് നമുക്ക് ഒന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാണ്ട് ഒരു ഇതിലായിരിക്കും. നമുക്ക് എക്സാമിനും ഇത് ചെയ്യാൻ പറ്റില്ല, ഒരു പഠനത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ ഓരോ അവസ്ഥയിൽ നമ്മളുണ്ടാവും. പിന്നെ നമുക്കതിന് ഉള്ളത് ഹൈ എക്സ്പെക്റ്റേഷൻസാണ്. ഹൈ എക്സ്പെക്റ്റേഷൻസ് വരുമ്പം നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് എന്ത് ചെയ്യും, നമുക്ക് ആ കാര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് വല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്ത് അതിൻ്റെ പീക്ക് ലെവലിലെത്തിയിട്ട് അതെന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ അതെന്താവും, നമ്മൾ ആ റിയാലിറ്റിക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി പോലത്തെ ഒരു അവസ്ഥ വരും. നമ്മൾ അത്രയും ആഗ്രഹിച്ച കാര്യം നമ്മൾ നേടിയെടുക്കാണ്ടാവുമ്പോൾ ഉണ്ടാവും നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അതിലിപ്പോൾ നമുക്ക് മെൻ്റലി ആയിട്ട് ചിലപ്പോൾ നമ്മുടെ മൈൻഡൊന്നായിട്ട് മാറിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന പോലെ നമുക്ക് അറിയാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് അതിൽ നമ്മൾ അത്രയും പഠിച്ചിട്ട് അതിൽ നമുക്ക് മാർക്ക് കിട്ടുമെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? മെയിനായിട്ട് കുറച്ച് സെൽഫ് കോൺഫിഡൻസ്, ആ ഒരു ചെറിയൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണ്ട. കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടും. നമ്മൾ അതിൽ പക്ഷേ നമ്മളതെന്ത് എക്സ്പെക്റ്റ് ചെയ്ത് അതിനെ അത്രയും വലുതാക്കി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, നമ്മൾ തോൽക്കുമെന്നുള്ള നമ്മുടെ ഭയം. നമുക്ക് തന്നെ സ്വയം ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് കിട്ടൂല, അതങ്ങനെയാണ്, നമ്മൾ ചെയ്ത് ശരിയായില്ല എന്നുള്ള നമ്മുടെ തന്നെ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? നമുക്ക് തന്നെ നമ്മളോടൊരു ഇതില്ലാണ്ട് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ. അപ്പം ഇപ്പം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, കഴിഞ്ഞ എക്സാമിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും നമുക്ക് എന്താവും, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വീട്ടിലെത്തി നോക്കുമ്പോൾ നമ്മൾ തോറ്റ്, നമുക്ക് കിട്ടൂല എന്ന് തന്നെ നമ്മളെ സ്വയം താഴ്ത്തുന്നൊരവസ്ഥ. അതാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ. പിന്നെ ലാക്ക് ഓഫ് ഫോക്കസ്, നമുക്കൊരു കാര്യത്തിന് ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവുക. ഇപ്പോൾ മെയിനായിട്ട് ഓവർ തിങ്കിങ്, പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉറക്കം കിട്ടാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷൻ വല്ലാണ്ട് കിട്ടൂല. അപ്പോൾ പഠനത്തിനായാലും ഇപ്പോൾ എന്ത് കാര്യത്തിനായാലും നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ റെഡിക്ക് കിട്ടൂല. ഇപ്പം ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യൂല, അത് കറക്റ്റിന് ചെയ്യാണ്ട് അത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ ചെയ്തിട്ട് നമ്മൾ ഇട്ടേച്ച് പോകും. നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാത്തൊരവസ്ഥ. അത് നമുക്ക് ഒന്നിനൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ കുറച്ച് അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ, ഓവർ തിങ്കിങ്, നമ്മുടെ സ്ലീപ്പ് കറക്റ്റ് ആവാണ്ടിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോ അവസ്ഥയിലാണത്. പിന്നെ സ്ട്രഗിൾ വിത്ത് ടൈം മാനേജ്മെൻറ്റ്, പഞ്ച്വാലിറ്റി, നമ്മളൊരു കാര്യം നമ്മൾ കറക്റ്റിന് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫോൺ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് യൂസ് ചെയ്യുള്ളൂ ഫോൺ നമ്മൾ എടുത്താൽ 1 മണിക്കൂർ 2 മണിക്കൂർ അതങ്ങനെ മണിക്കൂറുകളോളം നീണ്ടു പോകും. നമ്മളെന്ത് ചെയ്യില്ല, അതിലിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യാൻ വെച്ച ഒരു കാര്യം നമ്മൾ ചെയ്യൂല, എല്ലാം നമ്മൾ പെൻഡിങ് ആക്കിയിടും, ഒന്നും നമ്മൾ കറക്റ്റിന് ചെയ്യൂല. പിന്നെ നമ്മുടെ ടൈം റെഡി ആവാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, നമുക്ക് കറക്റ്റിന് ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല, നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ച ഒരു പണി നമുക്ക് കറക്റ്റിന് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സ്ട്രഗിൾ വിത്ത് ടൈം മാനേജ്മെൻറ്റിലാണ്. പിന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ കോസാണത് സോഷ്യൽ മീഡിയ. നമ്മൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇങ്ങനത്തെ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യും, കയറിയിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ ഫോണും നെറ്റ് ഓൺ ആക്കിയിട്ടായിരിക്കുന്നുണ്ട് എന്ത് ചെയ്യും, ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിലിങ്ങനെ കയറി നോക്കണം, എന്താണ് അതിൽ സംഭവിക്കുന്നത്, ആരെന്താ വീഡിയോ ഇടുന്നത്, അങ്ങനത്തേനൊക്കെ നമുക്ക് നോക്കാനുള്ള നമ്മുടെ ഒരു ഉള്ളിലുള്ളൊരു ത്വരല്ലേ, ആ ത്വരന്ന് നമ്മൾ മെയിനായിട്ട് സോഷ്യൽ മീഡിയ ഇതിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാൾ പോസ്റ്റ് ഇട്ടാൽ ഇതേപോലത്തെ ഒരു പോസ്റ്റ് നമുക്ക് വിടണം, ഒരാളതിൽ റീലിട്ടാൽ സെയിം റീൽ നമുക്ക് വിടണം, പാട്ടൊന്നും നമുക്ക് മാറ്റരുത്, ആ സെയിം സാധനം തന്നെ നമുക്ക് ഇടണം. പിന്നെ നമ്മളാണെങ്കിൽ ഫോണ് താഴെ വെക്കാണ്ട് നമ്മളതിൽ ഫോണിൽ തന്നെ നമുക്ക് ഫോൺ ഒരു നേരെ മാറ്റി വെക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല നമുക്ക്, അതൊക്കെ ഇതിൽ പറ്റും. കമ്പയറിങ് വൺ സെൽഫ് വിത്ത് അതേഴ്സ്,
നമ്മൾ തന്നെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുക. ഇപ്പോൾ എനിക്കിപ്പോൾ മറ്റൊരാളുമായിട്ട് ഞാൻ അവളെ കമ്പയർ ചെയ്യുമ്പോൾ അവൾ നല്ല പഠിക്കുന്നുണ്ട്, പക്ഷെ അവളെ പോലെ പഠിക്കാൻ നമ്മൾ കമ്പയർ ചെയ്യില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവളെ പോലത്തെ ഡ്രസ്സ്, അവളെ പോലത്തെ ഒരു സ്റ്റൈല്, അങ്ങനത്തെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ്, ഇപ്പോൾ അയൽപ്പക്കത്തെ വീട്ടിലൊരു കുട്ടി നല്ല പഠിച്ച് മാർക്കാകുന്നുണ്ടെങ്കിൽ അവളെ കണ്ടുപടി അറിയാം നമ്മുടെ അടുത്ത്. പക്ഷെ അവൾ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നമ്മുടെ ഉമ്മ അടുത്ത് പറയില്ല. അവൾ വേറെ എന്തെങ്കിലും കുറച്ച് ഹൈ ആയിട്ട് ഭയങ്കര സ്റ്റൈലൊക്കെ ആയിരുന്നു, അതാണ് നമ്മുടെ അടുത്ത് ഉമ്മ പറയില്ല. നല്ല കാണും. ഇവളെന്തെങ്കിലും ചെയ്താൽ അതേപോലെ നമ്മളും ചെയ്യേണ്ടി വരും. അവിടെ ഇത് കമ്പയർ, നമ്മളാരും നമ്മുടെ സ്വയം ആര് വെച്ച് നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്ത് എവിടെയും. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യാൻ തന്നെ നമ്മളെ അടുത്ത് പറയണം. അവർക്ക് അവരുടേതായ ഒരു കഴിവുണ്ട്, നമുക്കും നമ്മുടേതായ ഒരു കഴിവുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ്. ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ സ്ഥലത്ത് കണ്ടുവരുന്നുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലൊരു ബ്രേക്കപ്പ്, അത് മെയിനായിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ട്രസ്റ്റ് പോകുന്നതിനൊരു ഭാഗമായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറേ കാലത്തൊരു ഫ്രണ്ട്ഷിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവളുടെ അടുത്തേക്ക് വേറെ ആരെയും വന്നാൽ പിന്നെ അവൾ മറ്റവളുമായി കൂട്ടായി പിന്നെ നമുക്കൊരു പൊസസീവ്നെസ് ഉണ്ടാവും ഉള്ളിൽ. അവളെന്താ ഫുള്ളും അവളുടെ അടുത്ത് സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പൊസസീവ്നെസ് നമുക്കുണ്ടാവും. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ഒരു മെയിനായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യരുത്, വന്നാൽ നമ്മൾ തിരുത്തണം. നമുക്കൊരു തെറ്റിദ്ധാരണ നമ്മൾ വന്നാൽ എന്ത് ചെയ്യണം, തിരുത്തണം. ഇപ്പോൾ ആ തെറ്റിദ്ധാരണ നമുക്ക് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതവിടെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ തിരുത്തണം. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പിൽ നമ്മൾ ട്രസ്റ്റ് നമുക്ക് പോയാൽ പിന്നെ ഒരു കാലത്ത് ആ ട്രസ്റ്റ് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. സ്ട്രഗിൾ വിത്ത് ട്രസ്റ്റ് ആൻഡ് ബൗണ്ടറീസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ ട്രസ്റ്റിൻ്റെ പറയുന്നതാണ് അത്. ട്രസ്റ്റ് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, റിലേഷൻഷിപ്പ് ആയാലും ഫാമിലി ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ട്രസ്റ്റ് പോയാൽ പിന്നെ നമ്മുടെ ഏത് കാലത്തും ഇനിയിപ്പോൾ നമ്മൾ മരിച്ച് ജീവിച്ചാലും പോലും ആ ഒരു വിശ്വാസം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. അത് ഈ ട്രസ്റ്റ് ഇതിൽ മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ നമുക്ക് വാക്കുകൊണ്ട് നമുക്ക് മുറിവേറ്റാൽ നമ്മളെന്ത് ചെയ്യും, ഡോക്ടറെ കാണിച്ചാലും നമ്മൾ ബാൻഡേഡ് ഒട്ടിച്ചാലും ഒരിക്കലും ആ വാക്കുകൊണ്ടുള്ള മുറിവ് നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എവിടെയും ആരുടെ അടുത്തും എന്ത് ചെയ്യരുത്, ഒരു വാക്കിനാലോ നമ്മുടെ അടുത്തൊരു പ്രവൃത്തിയാലോ ഒരു തെറ്റും ഒന്നില്ലാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാൻ. അഥവാ നമ്മുടെ അടുത്ത് ഉണ്ടായി പറ്റിയാൽ നമ്മൾ എന്ത് അതിന് മാപ്പ് ചോദിക്കാനും അവർക്കത് താഴ്മ കൊടുക്കാനും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞ് നമ്മുടെ ഈ ഒത്തം അള്ളാഹുടെ മാർഗ്ഗത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കോട് അവസാനിപ്പിക്കുന്നു. വാഹർ ദർവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.